ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ 2 ഹോൾ കുന്തൻ സ്റ്റോണിൽ നമുക്ക് 2 ഹോൾ ഇല്ലെങ്കിലും പ്രശ്നമാക്കേണ്ട ഒരു ഹോളാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നെക്ലേസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എന്താ പറയുക, അതിന് മാച്ച് ചെയ്യുന്ന ഇയറിങ്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക. ഇത് എത്ര രൂപയ്ക്ക് സെയിലാക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ഇതിൽ വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട്. നമുക്കിത് ഇതുപോലത്തെ കുന്തൻ സ്റ്റോൺ നമുക്ക് ബോക്സ് ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ആ ബോക്സിൽ ചിലത് 2 ഹോൾ ഉണ്ടാവും, അത് അടിയിലും മുകളിലായിട്ട് 2 ഹോൾ ഉണ്ടാവും. ചിലപ്പം അത് പൊട്ടിപ്പോയിട്ട് അങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഒരു ഹോളേ ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇത് പാലക്കയുടെ സെറ്റാണ്, പാലക്കയുടെ ഓരോ ലോക്കറ്റാണ് കേട്ടോ. നമ്മൾ സിമ്പിളായിട്ട് ചെറിയ മക്കൾക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മെറ്റാലിക് ഗോൾഡൻ ബീഡ്സ് ഉണ്ടാവില്ല, അത് കളർ പോകാത്ത അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഗിയർ വയറിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ നോർമലായിട്ട് ടിയാറ ചെയ്യുന്നതല്ല, പിരിച്ചെടുക്കാൻ പറ്റുന്നതല്ല, പിരിച്ചെടുക്കാൻ പറ്റാത്ത ഗിയർ വയറിലാണ് ചെയ്തെടുക്കുന്നത്. അതൊരു അത്യാവശ്യം ലെങ്ത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു കഴുത്തിൻ്റെ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ എന്താ പറയുക, ഇതിന് നിങ്ങൾക്ക് ഗിയർ ലോക്ക് ബാക്ക് ത്രെഡായിട്ടും ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക് ചെയിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇപ്പോൾ മഴ ആയതുകൊണ്ട് മഴക്കാറുണ്ട്, അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് കുറച്ച് ഇതായതുകൊണ്ടാണ് കുറേ ഞാനും എന്തൊക്കെയോ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ലൈറ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആദ്യം ഗിയർ വയറിൽ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാലയുടെ ഇതുണ്ടാവുമല്ലോ പോർഷനായിട്ട് വരുന്നത് ഹോൾ, അതിട്ട് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കി ബാലൻസ് ഒന്നെങ്കിൽ ബീഡ്സിൻ്റെ ഉള്ളിലോട്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കുന്തൻ സ്റ്റോൺ ഏകദേശം ഇതേ മോഡലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതെങ്ങനെ വെക്കണം എന്നുള്ളത് ഒരു ഭാഗത്ത് നമ്മൾ സെൻറ്ററിൽ ഒരു ലോക്കറ്റ് വെച്ചിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. സെൻറ്ററിൽ ഒറ്റ ലോക്കറ്റ് വെച്ചിട്ട് നമ്മൾ ആ പാലക്കറ്റ് അതും ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ലോക്കറ്റ് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഗോൾഡൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് 3mm ആണ് കേട്ടോ. 3-4 ടൈപ്പ് മെറ്റാലിക് ഗോൾഡാണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലതാ ഇതുപോലെ. എന്നിട്ട് നമ്മൾ കുന്തൻ സ്റ്റോൺ കേട്ടോ, കുന്തൻ സ്റ്റോൺ ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതേപോലെ ഇങ്ങനെ 1 ബൈ ആയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. വീണ്ടും ഗോൾഡന്, വീണ്ടും കുന്തൻ സ്റ്റോൺ, വീണ്ടും ഗോൾഡന്, അങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും ഗിയർ ലോക്ക് ഇട്ടെടുത്തിട്ട് നമ്മളെ മാലയുടെ ബാക്കി പോർഷൻ ഉണ്ടാവുമല്ലോ, ബാക്ക് ചെയിൻ ആണ് കേട്ടോ, ബാക്കി പോർഷനോട്ട് ചെയ്ത് കൊടുക്കുക. ഗിയർ വയറിട്ട് ഇതാക്കി കൊടുക്കുക. അതൊക്കെയാണ് സെയിം ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് എത്ര രൂപയ്ക്ക് സെയിലാക്കാമെന്ന് വെച്ചാൽ നമുക്ക് 100 രൂപയുടെ കുന്തൻ സ്റ്റോണിൻ്റെ ബോക്സാണ് കിട്ടുന്നത്. ആ 100 രൂപയിൽ 10-20 രൂപ ഇതിന് മാറ്റി വെക്കുക. പിന്നെ അപ്പോൾ 20 രൂപ അങ്ങനെയായി. പിന്നെ നമുക്ക് ആ പാലക്കയുടെ ലോക്കറ്റ് അത് ഒന്നാണെന്നുണ്ടെങ്കിൽ 14, അല്ലാന്നുണ്ടെങ്കിൽ 3 ആണല്ലോ, അപ്പോൾ അതിൻ്റെ റേറ്റും ഇടുക. പിന്നെ നമ്മൾ ഗോൾഡൻ്റെ ബീഡ്സിൻ്റെ അതിനൊരു 10-20 രൂപ അങ്ങനെ ഇടുക. പിന്നെ ബാക്ക് ത്രെഡിൻ്റെ ബാക്ക് ചെയിനാണ് ഏതാണെന്നില്ല അതിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ എഫേർട്ട് എടുക്കുന്നതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ സെറ്റായിട്ട് നമ്മൾ ഇയറിങ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ 120 to 150 രൂപയിൽ വാങ്ങാം. അല്ല മാല ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ 120, 125, 30 ആ റേറ്റിലൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ സെറ്റായിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇനി സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ഡബിൾ ഹോൾ ഉണ്ടാവും. അപ്പോൾ മുകളിലത്തെ ഹോളിലോട്ട് തന്നെ ഇടാൻ നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ ആദ്യം ഒരു ഹോളിലിട്ടിട്ട് പിന്നെ അപ്പുറത്ത് 2 സൈഡിലും ഉണ്ടാവും ഹോൾ കേട്ടോ. അടിയിലും മേലെയായിട്ട് 2 സൈഡിലും ഹോളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഇട്ട് പോയാൽ അതൊരു എന്താ പറയുക, പോവാത്ത ശീലമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നല്ലത് ആദ്യം ഒരു ഹോളിലോട്ടിട്ട് പുറത്തേക്ക് എടുത്തിട്ട് വീണ്ടും ഹോളിലോട്ടിട്ട് അങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ അതേപോലെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒറ്റയടിക്ക് ഇപ്പോൾ കയറില്ല കേട്ടോ. കാരണം അവിടെ അതിൻ്റെ ഒരു കർവ് വരുന്നുണ്ട്, നമ്മളെ സ്റ്റോണിൻ്റെ ഒരു കർവ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടാലേ മനസ്സിലാവുള്ളൂ, പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. അപ്പോൾ ഇതാണ് കേട്ടോ. ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടല്ലോ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തു. ബാക്കി ബാക്ക് ചെയിനാണ് കേട്ടോ. സാധാ നോർമൽ ചെയിനല്ല, നമ്മൾ ആൻറ്റി ടെർണിഷ് വരുന്ന ബാക്ക് ചെയിനാണ്. അങ്ങനെ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാ നോർമലായിട്ടുണ്ട്. ആൻറ്റി ടെർണിഷ് എന്ന് വെച്ചാൽ ഗ്യാരണ്ടീഡാണ്, 6 മാസം ഗ്യാരണ്ടിയാണ് അവർ പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇത് കൊടുക്കാം. ബാക്ക് ത്രെഡ് വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം, എങ്ങനെ യൂസ് ആക്കാം കേട്ടോ. ബാക്ക് ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ ജംറിങ്സ് ആഡ് ആക്കണം. ഇതിനാകുമ്പോൾ ജംറിങ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇനി ഇതിന് മാച്ചായിട്ടുള്ള നമുക്കൊരു കമ്മൽ ഉണ്ടാക്കാം കേട്ടോ. ആണല്ലോ, ഈ മാല ഒറ്റക്കാണ് നമുക്ക് 100 to 120 ആ റേറ്റിലൊക്കെ സെയിലാക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ട്രെൻഡിങ് ആണ്, ഇപ്പോൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ ട്രെൻഡിങ് ആണ്. എല്ലാവരുടെ കഴുത്തിലൊക്കെ അതേപോലത്തെ സിമ്പിളായിട്ടുള്ള പീസുകളൊക്കെ കാണാൻ പറ്റും. ഇതുണ്ടാക്കാനൊരു പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, നമുക്ക് മെറ്റീരിയൽസ് കിട്ടാനുള്ള ഇതേ ഉള്ളൂ, അല്ലാത്തൊന്നും പണിയൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ഇതുണ്ടാക്കാം, ഇയറിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ ഒരു 8mm
വൈറ്റ് ബീഡും പിന്നെ ഒരു കുന്ത് സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഐപ്പിന്നിലോട്ടോ. അപ്പോൾ ഐപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഐപ്പിന്ന് ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ കുറച്ച് ഓർഡർ അധികം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ക്ലാസ്സിന് ചേർന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് ചേർന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക കുറച്ച് ഓർഡർ കിട്ടിയതുകൊണ്ട് ഇതിൽ ഡാമേജ് വരുന്ന സാധനം ഉണ്ടാവും. ഡാമേജ് മീൻസ് നമ്മൾ വളഞ്ഞ് പൊളിഞ്ഞ് നിൽക്കുന്നുണ്ടാവുമല്ലോ, ഇത് സ്ട്രൈറ്റ് അല്ലാത്തത്. അപ്പോൾ അതൊക്കെ ഞാൻ സാധാരണ എടുത്ത് ഒഴിവാക്കല ചെയ്യൽ. പക്ഷെ അത് പെട്ടെന്ന് കുറേ ഓർഡേഴ്സ് കുറേ കസ്റ്റമേഴ്സ് വന്നുകൊണ്ട് തന്നെ നമുക്കതൊന്നും ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഇതേപോലെ വളഞ്ഞിട്ടൊക്കെ വന്നിട്ടുള്ളതാണ് ഈ പ്ലെയർ വെച്ചിട്ടൊന്ന് നിർത്തി കൊടുത്താൽ മതി കേട്ടോ. ഞാനത് മനഃപൂർവ്വം ചെയ്തതല്ല, അത്രയും തിരക്കുണ്ടായതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നമുക്ക് വന്ന മെറ്റീരിയൽസ് അങ്ങനെയാണ്. അതിൽ ചിലത് ക്വാളിറ്റി ഉള്ളതുണ്ടാവും, ചിലത് ക്വാളിറ്റി ഇല്ലാത്തതുണ്ടാവും, മിക്സ് ആയിട്ട് വരിക. അപ്പോൾ ഞാനൊക്കെ പൊറുക്കിയിടല്ല ചെയ്യൽ, പൊറുക്കിയിടും. പിന്നെ ഞാൻ ഇതേപോലെയൊക്കെ യൂസ് ആക്കാൻ എടുക്കൽ. അപ്പോൾ നമ്മൾ ഐപ്പിന്നിലൂടെ ആദ്യം വൈറ്റ് ബീഡ്സ് ഇട്ട് കൊടുത്തു, പിന്നെ ഒരു ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് ബാലൻസ് വരുന്ന ഐപ്പിന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. എന്നിട്ട് നമുക്കൊന്ന് വളച്ച് കൊടുക്കുക. അതായത് നമുക്ക് ആ കുന്ത സ്റ്റോൺ ഇടാൻ വേണമല്ലോ, ആദ്യം കുന്ത സ്റ്റോൺ ഇട്ടതിന് ശേഷം വളച്ച് കൊടുത്താൽ മതി കേട്ടോ. കുന്ത സ്റ്റോൺ ഡബിൾ ഹോൾ വരുന്നതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമ്മൾ മാലയ്ക്ക് ഒറ്റ ഹോൾ വരുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും ഡബിൾ ഹോൾ വരുന്ന കുന്ത സ്റ്റോണാണ്. 4 ഹോൾ വരുന്ന കുന്ത സ്റ്റോണും ഡബിൾ ഹോൾ വരുന്ന കുന്ത സ്റ്റോണും അതുപോലെ ഡബിൾ കളർ വരുന്ന കുന്ത സ്റ്റോണുകളൊക്കെ ഉണ്ട് നമ്മളടുത്ത്. സ്റ്റോക്കുള്ള നമ്മളൊക്കെ വരുന്ന ഓർഡർ, അതായത് വരുന്നതിനനുസരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇതുപോലെ നമ്മൾ പിന്നെ വളച്ച് കൊടുക്കുക കേട്ടോ. ഹെഡ് പിന്നെ വളച്ച് കൊടുത്തിട്ട് ഇങ്ങനെയായിട്ടാണ്. ഇനി ജംറിങ്സ് എടുത്തിട്ട് നമ്മൾ ഹെയർ ഹുക്ക് ഉണ്ടാവുമല്ലോ, അതിലൂടെ ആഡാക്കിയിട്ട് ഹുക്കിൽ ആഡാക്കി കൊടുക്കുക കേട്ടോ. ജംറിങ്സ് എടുത്തിട്ട് രണ്ട് ഭാഗത്തും, അതായത് ഇയർ ഹുക്കും ആഡാക്കുക, നമ്മൾ കുന്ത സ്റ്റോണിൻ്റെ ഒരു ഹോൾ കൂടി ആഡാക്കുക കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ്. നമുക്ക് ഇത് പല കളറിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ആർക്കെങ്കിലും ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. വിളിക്കാൻ നിൽക്കേണ്ട, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഫ്രീ ആണ്, അനുസരിച്ച് റിപ്ലൈ തരും. പരമാവധി എല്ലാവർക്കും ഞാൻ അന്നാ ദിവസം റിപ്ലൈ കൊടുക്കാറുണ്ട്, കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും സജഷൻസ് അതിലെന്തെങ്കിലും എൻ്റെ ഇതിൽ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. ഓക്കെ, എന്നാലും എനിക്ക് അടുത്ത വീഡിയോസിലൊക്കെ നമുക്കത് ശരിയാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ പ്ലെയർ വെച്ചിട്ട് നല്ലോണം അമർത്തി കൊടുത്താൽ അത് അവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് കളർ ഉപയോഗിച്ചാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. ഞാൻ ഉപയോഗിച്ച് നോക്കിയാൽ എനിക്ക് ഇത് കളർ പോവില്ലെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കുന്ത സ്റ്റോൺ കളർ പോകുന്നില്ല. അതുപോലെ തന്നെ പിന്നെ ഗോൾഡൻ ബീഡ്സ്, നമ്മൾ മെറ്റാലിക് ബീഡ്സും കളർ പോകില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടേക്ക് കെയർ, ബൈ.